നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോയിന്റ് എന്തായിരുന്നു? ലാസ്റ്റ് പറഞ്ഞു നിർത്തിയത് ബെരിലിയം ക്ലോറൈഡിന്റെ സ്ട്രക്ചർ ആയിരുന്നു. റിമെമ്പർ, ബെരിലിയം ക്ലോറൈഡിന്റെ 3 സ്ട്രക്ചറുകൾ കണ്ടു കഴിഞ്ഞു. എന്തൊക്കെയായിരുന്നു? ഒന്ന് സിമ്പിൾ സ്ട്രക്ചർ ലൈക്ക് BeCl2, ദാറ്റ് ഈസ് ദ ലീനിയർ സ്ട്രക്ചർ വിത്ത് this structure. Another is the dimeric structure, that is BCl, Cl, Cl. So ഇങ്ങനെയല്ല, ഇങ്ങനെ രണ്ട് ബെരിലിയം ക്ലോറൈഡ് സ്ട്രക്ചറിൽ ഇങ്ങനെ ഷെയർ ചെയ്യാം. ഇത് ഇങ്ങോട്ട് ഇതാണ് BeCl2 ട്വൈസ് എന്നുള്ള സ്ട്രക്ചർ. അതായത് Be2 നമ്മൾ പറഞ്ഞ Be2Cl4, അല്ലെങ്കിൽ എന്താണ് മൂന്നാം സ്ട്രക്ചറാണ് BeCl2 n ടൈപ്സ്. Cl ഇവിടെ വരും, Cl Cl. ഇതില് രണ്ടെണ്ണം ഒറിജിനൽ ബോണ്ടുകളാണ് ഇങ്ങനെ വരുന്നത്. നേരത്തെ ഇതുപോലെ തന്നെ ശ്രദ്ധിക്കാം, Cl ഉണ്ടാവും. ബാക്കി ഇത് ഇങ്ങോട്ടും ഇത് ഇങ്ങോട്ടും ഇത് ഇങ്ങോട്ടും ഇത് ഇങ്ങോട്ടും. This is a BeCl2 n times, that is the this is the monomeric structure, this is the dimeric structure, and this is the polymeric structure. Okay, and here we can also see that here it is sp hybridized, here it is sp2 hybridized, since the beryllium has a 3 chlorines around. ഇവിടെ 2 chlorine 3 chlorine ഉണ്ട്, ഇവിടെ 3 chlorine നമുക്ക് കാണാം. ഇവിടെയെങ്കിലോ ഇവിടെ ബെരിലിയത്തിന് 4 chlorine കാണാം. that is a sp3. ഇത് sp3 ബെരിലിയം ആണ്, ഇത് sp2 ആണ്, ഇത് sp ആണ്. ഇത്ര കാര്യങ്ങൾ മനസ്സിലാക്കുക. And we have seen also, we can also note that this beryllium has 4 electrons around it, this has 6 electrons, and this has 8 electrons. This is the most stable structure, and this is the structure of beryllium chloride in the solid state. The solid state structure ആണ്. The vapor state above 900 degrees Celsius, the vapor state has the monomeric structure, and below 900 degrees, the vapor state has the mixture of a monomeric and a dimeric structure. വ്യത്യാസമേ ഉള്ളൂ, മനസ്സിലായില്ലേ? അതായത് ടെമ്പറേച്ചർ 900 ഡിഗ്രിക്ക് above ആണ്. വേപ്പർ സൈക്കിൾ സ്വാഭാവികമായിട്ട് 900 ഹൈ ടെമ്പറേച്ചർ ആണ്. ഇറ്റ് എക്സിസ്റ്റ് ആസ് ദി മോണോമെറിക് മോളിക്യൂൾസ്. If it is again the vapor, but it is below 900 degrees, 900 കൃത്യം അറൗണ്ട് ആണ്, 900 കുറവാകുമ്പോൾ ഇതും കൂടി മിക്സർ ആയിട്ട് കാണാം, മോണോമെറിക് ആൻഡ് ഡൈമറിക്. ആൻഡ് ദി സോളിഡ് സ്റ്റേറ്റ് ദി സ്ട്രക്ചർ ഈസ് പോളിമെറിക്. ഓക്കെ, അപ്പൊ അതോടുകൂടി ആ സെക്ഷൻ നമ്മൾ അവസാനിച്ചത് പറഞ്ഞു തീരാത്തോണ്ട് മാത്രം പറഞ്ഞതേ ഉള്ളൂ. ഇനി അടുത്ത നമ്മളെ ഗ്രൂപ്പ് 1, ഗ്രൂപ്പ് 2, that is alkali metals and alkaline earth metals പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് ഗ്രൂപ്പ് 1 2 കഴിഞ്ഞാൽ 3 അല്ല, എത്രയാണ് 13. പീരിയോഡ് ടേബിൾ 1 2 കഴിഞ്ഞാൽ പിന്നെ 13 പി ബ്ലോക്ക് കൂടി വരുന്നത്. 3 4 5 6 7 8 9 10 11 12 വരെ എന്താണ് പീരിയോഡ് ടേബിൾ ഓർമ്മയുണ്ടല്ലോ. 1 alkali metals, 2 alkaline earth metals, 3 4 5 6 7 8 9 10 11 12 they are the transition metals or D block. Then 13 is the boron family. Now we will look into the group 13, that is the boron family. അങ്ങനെയാണ് അറിയപ്പോൾ നമുക്കറിയാം ബോറോൺ ഫാമിലി. ഗ്രൂപ്പ് 13 കഴിഞ്ഞാൽ ഗ്രൂപ്പ് 14 ആണ് കാർബൺ ഫാമിലി, നമുക്കറിയാം. ഗ്രൂപ്പ് 15 ആണ് എന്താണ് നൈട്രജൻ ഫാമിലി. ഗ്രൂപ്പ് 16 is the oxygen family. ഗ്രൂപ്പ് 17 is the halogens, ഫ്ലോറിൻ മുതലുള്ളത്. ആൻഡ് ലാസ്റ്റ് വൺ ഗ്രൂപ്പ് 18 is the നോബിൾ ഗ്യാസസ്. അങ്ങനെയാണ് വരുന്നത്. ഓക്കെ, ചേർന്നാണ് പി ബ്ലോക്ക്. നമ്മൾ രണ്ടെണ്ണം കണ്ട എസ് ബ്ലോക്ക് ആണ്. ഇത് ഗ്രൂപ്പ് 1 ഗ്രൂപ്പ് 2 എസ് ബ്ലോക്ക് പെട്ടാണ്. ഗ്രൂപ്പ് 3 മുതൽ ഗ്രൂപ്പ് 12 വരെ ദാറ്റ് ഈസ് പി ബ്ലോക്ക്. ഗ്രൂപ്പ് 13 മുതൽ ഗ്രൂപ്പ് 18 വരെ ദാറ്റ് ഈസ് ദി പി ബ്ലോക്ക് എലമെന്റ്സ്. ഇപ്പോൾ നമ്മൾ പി ബ്ലോക്കിനെ പറ്റി നമ്മൾ പറയുമ്പോൾ ഫസ്റ്റ് വൺ ഈസ് ദ ബോറോൺ ഫാമിലി. ഈ ചാപ്റ്ററിൽ നമുക്കറിയാം വളരെ ഒരുപാട് കാര്യങ്ങൾ ഇതിലുണ്ട്, പക്ഷെ എല്ലാം വളരെ സിമ്പിൾ ആണ്. അതുകൊണ്ട് തന്നെ 9 മണിക്കൂറിന്റെ ടോപ്പിക്കിൽ 18 മണിക്കൂർ പറഞ്ഞാൽ തീരാത്ത കാര്യങ്ങളുണ്ട്. വളരെ പെട്ടെന്ന് നമ്മൾ
സ്കിപ്പ് ചെയ്ത് പോകുന്നതായിരിക്കും. അതേ സമയമൊന്നുമില്ല പറയാൻ. നമ്മള് 5th സെമസ്റ്റർ കഴിഞ്ഞ് 6th കടക്കാനുള്ള സമയമായിട്ടുണ്ട്. 6th കടന്നു കഴിഞ്ഞ ഏകദേശം പക്ഷേ തീരാണ്ട് പോകുന്ന നടത്തില്ലാത്തതുകൊണ്ട് 2 കഴിയുമ്പോൾ നമ്മള് 6th സെമ്മിലേക്ക് പോകണം. അതുകൊണ്ട് വേറെ കാര്യങ്ങൾ പഠിക്കാം, വേറെ കാര്യങ്ങൾ മനസ്സിലാക്കുക. ഇപ്പൊ പറയുന്ന കുറച്ച് സ്പീഡ് പറഞ്ഞു പോകുന്നതായിരിക്കും. ബോറോൺ ഫാമിലിയിൽ വരുന്ന എലമെന്റ്സ് ഏതൊക്കെയാണ്? ബോറോൺ, എന്താണ്, അലൂമിനിയം, ഗാലിയം, ഇൻഡിയം ആൻഡ് താലിയം. ബോറോൺ, അലൂമിനിയം, ഗാലിയം, ഇൻഡിയം ആൻഡ് താലിയം. ഇത്ര എലമെന്റ്സ് ആണ് അതിൽ വരുന്നത്. ബോറോൺ ഈസ് അറ്റോമിക് നമ്പർ എത്രയായിരിക്കും? അത് യാതൊരു സംശയമില്ല. ഹൈഡ്രജൻ, ഹീലിയം, ലിഥിയം, ബെറിലിയം, ബോറോൺ അഞ്ചാമത്താണ്. 5, 13, 5, 13, 31, 49, 81. ഓക്കെ, അതെന്താണ്? ഇതിന്റെ ആറ്റോമിക് നമ്പേഴ്സ് ആണ്. നമ്മൾ നമ്പറിനെ പറ്റി ഒന്നും ബേജാറാവണ്ട. നമുക്ക് ആദ്യം വേണ്ടത് അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഫസ്റ്റ് പോയിന്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്താണ്? ബോറോണിന്റെ ശ്രദ്ധിക്കുക. നമ്മള് തുടങ്ങി കഴിഞ്ഞ് ഹൈഡ്രജൻ 1s1 അങ്ങനെ പോയി കഴിഞ്ഞാൽ 5ാമത്തെ എലമെന്റ് ആണ്. അപ്പൊ എന്താണ്? 1s2 2s2p1. ഇതാണ് ആരുടെ കോൺഫിഗറേഷൻ. ഇലക്ട്രോൺസ് 1s2 2s2p1 or you better write yes ഹീലിയം നമ്മൾ നേരത്തെ ചെയ്തപോലെ 2s2 2p1 or 2s2p1. Then comes aluminum. The high helium element ആണ് helium neon. Then 3s2p1. You can write 3s2 3p1 or simply 3s2p1. Then comes a gallium. ഇതാണ് ആർഗൺ. ഇവിടെ എത്തുമ്പോൾ നമ്മൾ നേരത്തെ നമ്മള് ആൽക്കൈൽ മെറ്റൽസിലും കുഴപ്പമില്ലായിരുന്നു. കാരണം എന്താണ്? നേരെ ഹീലിയം, സോഡിയത്തിന്റെ ആങ്കില് അല്ല ലിഥിയത്തിന്റെ ആങ്കില് ഹീലിയം 2s1, അടുത്തത് നിയോൺ 3s1, ആർഗൺ 4s1 ഇങ്ങനെ എഴുതി പോയിരുന്നു. ഇതിന്റെ ഇടയ്ക്ക് നമുക്കറിയാം ഇവിടെ വരെ കുഴപ്പമില്ല. ഇപ്പോഴത്തെ നമ്മളെ ട്രാൻസിഷൻ മെറ്റൽസ് കൂടെ ഇതിന്റെ ഇടയ്ക്ക് കടന്നു വരുന്നുണ്ട്. മനസ്സിലായില്ലേ? അതുകൊണ്ട് തന്നെ ഇതെന്തായിരിക്കും? ഇതിന്റെ 3d10 4s2 4p1 എന്നായിരിക്കും. അടുത്തതോ ഹീലിയം നിയോൺ ആർഗൺ ക്രിപ്റ്റോൺ. ഇത് ഓർത്ത് വെക്കാൻ വളരെ എളുപ്പമാണ്. 3ക്ക് വരും 4d10 5s2 5p1. അടുത്തതോ സീനോൺ. അപ്പോഴേ കുറച്ചൊരു കോംപ്ലിക്കേഷൻ ആവും. നമുക്കറിയാം എന്താണ് ഇവിടെ ശരിക്കും വേണ്ടത്? 5d10 6s2 6p1. ഇതിന്റെ ബാക്കിൽ നിന്നുണ്ടാവും 4f40. ഇങ്ങനെയാണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരുന്നത്. ആരുടെ? നമ്മുടെ ബോറോൺ ഫാമിലിയിൽപ്പെട്ട ഗ്രൂപ്പ് 13 എലമെന്റ്സ്. ശ്രദ്ധിക്കുക, ഹീലിയം നിയോൺ അവിടെ കുഴപ്പമില്ല. ഹീലിയം 2s2 2p1 is that of boron. 8 കൂടുന്നത്. മനസ്സിലായില്ലേ? 8 കൂടുന്നത്. 8 കൂടിയ പിന്നെ കൂടുന്നത് നേരെ 18 ആണ്. 18 കൂടാൻ കാരണം എന്താണ്? ഈ 10 കൂടിയാണ്. പിന്നെ കൂടുന്നത് പിന്നെ 18 ആണ്. പിന്നെ കൂടുന്നത് 32 ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞത് 32 വരാൻ 18 കൂടി ഒരു 14 ഫ്ലൂറിന്റെ എഫ് ഓർബിറ്റലിന് കൂടി വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്നതാണ്. ശ്രദ്ധിക്കുക, ദിസ് ഈസ് ദ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ദ ട്രാൻസിഷൻ മെറ്റൽസ്. The group 13 elements, group 13 elements, and you know this all have the general outer electronic configuration of s2p1, 2s2p1, 3s2p1, 4s2p1, 5s2p1, 6s2p1. The helium neon argon. ഇതെന്താണ് എഴുതിയിരിക്കുന്നത് മനസ്സിലായല്ലോ? ഹീലിയം കോൺഫിഗറേഷൻ കഴിഞ്ഞ് ബാക്കി വരുന്നത്, നിയോൺ കഴിഞ്ഞ് ബാക്കി വരുന്നത്, ആർഗൺ കഴിഞ്ഞ് ബാക്കി വരുന്നത്. ഇതിനിടയ്ക്ക് ശ്രദ്ധിക്കുക, ഈ ഡിയും എഫും ഒക്കെ കടന്നു വരുന്നത് ശ്രദ്ധിക്കുക. ഇത് ഇവിടെ എഴുതുമ്പോഴേ കുഴപ്പമില്ലായിരുന്നു. കാരണം അവിടെ വരെ പോയിട്ട് തിരിച്ചു വരുന്നുണ്ട്. ഇവിടെ എന്താ ഉണ്ടാവുക? ഇവിടെ s1 s2 s3 s4 s5 ഇതാണ്. വളരെ സുഖമായിരുന്നു. നിങ്ങൾക്ക് എഴുതി ഓർമ്മയില്ല? അങ്ങോട്ട് റിപ്പീറ്റ് ചെയ്താണ്. ലിഥിയം കഴിഞ്ഞിട്ട് ലിഥിയം എന്താണ്? ഹീലിയം 2s1, നിയോൺ 3s1, ആർഗൺ 4s1 ഇങ്ങനെ എഴുതി പോയിരുന്നു നമ്മൾ അല്ലേ? എന്താണ്? ദിസ് ഈസ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ലിഥിയം, ദിസ് ഈസ് സോഡിയം, ദാറ്റ് ഈസ് പൊട്ടാസ്യം ആൻഡ് സോ ഓൺ. വളരെ എളുപ്പമായിരുന്നു. ഇവിടെ അങ്ങനെയല്ല, ഒരു എളുപ്പക്കുറവൊന്നുമില്ല. ശ്രദ്ധിക്കുക, ഇടയ്ക്ക് കൂടി എഴുതുമ്പോൾ ഈ ഡിയും എന്താണ് നമ്മൾ അങ്ങനെ വരാൻ ഡി ഒക്കെ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ശ്രദ്ധിക്കുക. ഈ ആർഗൺ ഉള്ളിൽ പെട്ട് കഴിഞ്ഞു. മനസ്സിലായില്ലേ? ക്രിപ്റ്റോൺ അത് കഴിഞ്ഞ് ബാക്കി മാത്രം നമ്മൾ എഴുതുന്നുള്ളൂ.
മനസ്സിലായില്ലേ? മറ്റേ അവസാനത്തിൽ കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഇവിടെ തുടങ്ങുമ്പോഴേക്ക് ആ ഡി ഒക്കെ എവിടെ വന്നു കഴിഞ്ഞു, അവിടെ വന്ന് ക്രിപ്റ്റോൺ കഴിഞ്ഞ് സീനോണിലേക്ക് മൂന്നാല് അടുക്ക് വരുന്ന ക്രിപ്റ്റോൺ കഴിഞ്ഞ് അടുത്ത് നമ്മള് S2P1 എന്ന് മാത്രമല്ല S1 S2 എഴുതുന്നുണ്ട്. മനസ്സിലായില്ലേ? പിന്നെ P1 എഴുതുമ്പോൾ അത് കുഴപ്പം വരുന്നത് അതിന്റെ ഇടയ്ക്ക് ഡിയും എഫ് ഒക്കെ നമുക്കറിയാം. ഇലക്ട്രോൺസ് എന്ററിംഗ് ഇൻ ദ അൾട്ടിമേറ്റ് സ്റ്റേറ്റ്, ഇൻ ദ പെനൾട്ടിമേറ്റ് സ്റ്റേറ്റ് ആൻഡ് ദ പ്രീ പെനൾട്ടിമേറ്റ് സ്റ്റേറ്റ് എന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. അതിന്റെ ഇടയ്ക്ക് ട്രാൻസിഷൻ മെറ്റൽസ് വരും, കുറച്ചുകൂടി അതിന്റെ ഇടയ്ക്ക് കൂടി എന്ത് വരും, ഇന്നർ ട്രാൻസിഷൻ മെറ്റൽസ് വരും. അങ്ങനെ വരുന്നതുകൊണ്ടാണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഇങ്ങനെയായി വരുന്നത്. ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. മനസ്സിലാക്കിയ വളരെ എളുപ്പമാണ്, യാതൊരു പ്രശ്നമില്ല. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ദി ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ദി ബോറോൺ ഫാമിലി ഓഫ് ദി ഗ്രൂപ്പ് 13 എലമെന്റ്സ് ലൈക്ക് ദിസ്. ഇത് മനസ്സിലാക്കുക. And they see that the outermost electronic configuration is a S2P1. അത് നമ്മൾ നേരത്തെ കടന്നു വന്നതാണ്. ആദ്യം ആൽക്കലി മെറ്റൽസിൽ S1, ആൽക്കലി എർത്ത് മെറ്റൽസിൽ S2, then boron ഫാമിലിയിലെ S2P1. അടുത്ത് വരുമ്പോൾ എന്താണ് S2P2 ആവും, അപ്പുറത്ത് വരുന്നത് S2P3 ആവും, S2P4 ആവും, S2P5 ആവും. ഹാലജൻസിൽ അടുത്ത് S2P6 ആവും. അവിടെ എന്തില് നോബിൾ ഗ്യാസസിൽ. പറഞ്ഞ മനസ്സിലായില്ലേ? അങ്ങനെയാണ് കടന്നു പോവുക. ഇനി ഇതിനടുത്ത എലമെന്റ് ചെയ്താൽ യാതൊരു പ്രയാസമില്ല. അടുത്ത എലമെന്റ് ഇതാ, അത് കഴിഞ്ഞ അടുത്ത എലമെന്റ് ഏതായിരിക്കും പറയാൻ പറ്റും. അത് നിങ്ങൾ ശ്രദ്ധിക്കുക. താഴെ കഴിഞ്ഞ് 52 എലമെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ്. ബോറോൺ ഫാമിലിയിൽ നിന്ന് അടുത്ത ഫാമിലിയിലാണ് കാർബൺ ഫാമിലിയാണ്. കാർബൺ, സിലിക്കൺ, ജെർമേനിയം, ടിൻ ആൻഡ് ലെഡ്. കൂടെ 52 ലെഡ് ആണ്. മനസ്സിലായില്ലേ? അങ്ങനെ ഓർത്തിട്ട് വളരെ എളുപ്പമാണ്. ഇതാ ഗാലിയം കഴിഞ്ഞ അടുത്ത എലമെന്റ് ഏതാണ് പീരിയോഡ് ടേബിൾ വരുന്നത് വെച്ചാൽ ഗാലിയം ഒരു പൊടുത്തുള്ള സാധനമാണ്. പക്ഷെ ആലോചിച്ച് കഴിഞ്ഞാല് ഗാലിയം ഇവിടെ എന്താണ് കാർബൺ ഫാമിലി അല്ലേ? കാർബൺ എന്താണ് സിലിക്കൺ, ജെർമേനിയം, ഇവിടെ ടിൻ, ഇവിടെ ലെഡ്. മനസ്സിലായില്ലേ? അടുത്തതോ ഓക്സിജൻ അല്ലേ? സോറി നൈട്രജൻ ഫാമിലി. നൈട്രജൻ, ഫോസ്ഫറസ്, ആർസെനിക്. ഇത് ശ്രദ്ധിക്കാൻ കാണിച്ചു തരാം. ഇതൊക്കെ നമ്മൾ ബൈഹാർട്ട് പഠിച്ചിട്ട് ഇങ്ങനെ ഇടയ്ക്ക് മറന്നുകൊണ്ട് ആവശ്യമൊന്നുമില്ല. ഞാൻ ബൈക്കാണ്. ബോറോൺ കഴിഞ്ഞാല് കാർബൺ ഫാമിലി, കാർബൺ, സിലിക്കൺ, ജെർമേനിയം, ടിൻ ആൻഡ് ലെഡ്. ഇതിങ്ങനെ ഓടിങ്ങ് വന്നോളൂ, കുഴപ്പമൊന്നുമില്ല. അടുത്തത് നൈട്രജൻ ഫാമിലി. നൈട്രജൻ, ഫോസ്ഫറസ്, ആർസെനിക്, ആന്റിമണി ആൻഡ് ബിസ്മത്ത്. 53 എലമെന്റ് ആണെന്ന് വെച്ചാല് നമുക്ക് ഒരു പിടുത്തം കിട്ടും. ഇങ്ങനെ ആലോചിച്ചാൽ കിട്ടും. 81, 82, 83. അടുത്തത് എന്താണ് നൈട്രജൻ ഫാമിലി കഴിഞ്ഞാല് ഓക്സിജൻ ഫാമിലി. ഓക്സിജൻ, സൾഫർ, സെലീനിയം, ടെലൂറിയം ആൻഡ് പൊളോണിയം. ബിസ്മത്ത് കഴിഞ്ഞാല് അടുത്ത ഒരു എലമെന്റ് പൊളോണിയം ആണ്. അതൊരു അതില് റേഡിയോ ആക്റ്റീവ് എലമെന്റ് ആണ് പൊളോണിയം. അടുത്തവരാണ് ഓക്സിജൻ കഴിഞ്ഞാല് ഹാലജൻസ്, ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയോഡിൻ ആൻഡ് അസ്റ്ററ്റിൻ. നമ്മൾ സാറിന് കേൾക്കാത്ത സാധനമാണ് അസ്റ്ററ്റിൻ. അഗെയിൻ ഈസ് എ ഹൈലി റേഡിയോ ആക്റ്റീവ് എലമെന്റ്. Then comes a neon. ഇനി അതിന്റെ മേലെയുള്ളത് ക്രിപ്റ്റോൺ, ആർഗോൺ, സീനോൺ ആൻഡ് റാഡൺ. ഇത്തരം കാര്യങ്ങളാണ് നമ്മുടെ പി ബ്ലോക്കിൽ വരുന്നത് എലമെന്റ്സിൽ. മനസ്സിലായില്ലേ? പി ബ്ലോക്ക് എലമെന്റ്സിൽ വരുന്നത്. അപ്പൊ ഇതൊക്കെ ഓർത്ത് ഈ വെർട്ടിക്കൽ രൂപത്തിൽ ഓർത്ത് വെച്ചാൽ ഓട്ടോമാറ്റിക് ആയിട്ട് ബാക്കി കിട്ടിക്കോളും. അതാ പറഞ്ഞ നേരത്തെ ലെഡ് കഴിഞ്ഞാൽ എലമെന്റ് ബിസ്മത്താണെന്ന് പറയാൻ നമുക്ക് പറ്റണമെങ്കിൽ ഇതൊക്കെ നമുക്ക് അറിഞ്ഞിരുന്നാൽ മാത്രം മതി. 81, 52 എന്താ 81ആണ്, 82, 83, 84, 85. റട്ടോൺ ആവുമ്പോ 86 ആവും. 56 ആവുമ്പോഴൊക്കെ നോബിൾ ഗ്യാസസ് അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അല്ലെങ്കിൽ അതിന്റെ ആറ്റോമിക് നമ്പർ എത്രയാണ്? ഹീലിയത്തിൻ്റെത് 2 ആണ്. ഇത് എത്രയാണ്? 10 ആണ്. ക്രിപ്റ്റോൺ എത്രയാണ്? 18 ആണ്. ഇത് 36 ആണ്. ഇത് 18 കൂടി 54 ആണ്. 32 കൂട്ടി കഴിഞ്ഞാല് 86 ആണ്. മനസ്സിലായില്ലേ? 2, 10, 18, 36, 54 and 86 are the atomic numbers of the noble gases. ഓക്കെ, തൊട്ടിപ്പുറമേ നമുക്ക് അറ്റോമിക് നമ്പർ ഇങ്ങോട്ട് മേലോട്ട് നോക്കിയിട്ട് ബ്രോമിന്റെ അറ്റോമിക് നമ്പർ അറിയില്ലെങ്കിലും ആർഗൺ 36 അറിയാമെങ്കിൽ ഇത് 35 ആണെന്ന് പറയാൻ പറ്റും. ഇത് 34, 30, 32, 31. മനസ്സിലായില്ലേ? ഈ 31 ഇവിടുത്തെ കിട്ടും നമുക്ക് 3 അല്ലേ? 3, 8, 11, 3, 5, 8, 13, 13, 18, 31 ഇങ്ങനെ കിട്ടും. എങ്ങനെ വന്നാൽ നമുക്ക് അറ്റോമിക് നമ്പറും അതിന്റെ പൊസിഷൻ ഒക്കെ മനസ്സിലാക്കാം. ഈ കാര്യങ്ങൾ ഇത്രയും ഓർത്ത് വെച്ചാൽ മതി. ഇത് വളരെ എളുപ്പമാണ്. ഓട്ടോമാറ്റിക് കുറച്ച് ഓട്ടോമാറ്റിക് ഹൈഡ്രജൻ നൈട്രജൻ എന്ന് പറഞ്ഞ നൈട്രജൻ ഫാമിലി ദാറ്റ് ഈസ് ഗ്രൂപ്പ് 15. നൈട്രജൻ കഴിഞ്ഞ ഉടനെ താഴോട്ട് ഫോസ്ഫറസ്, ആർസെനിക്, ആന്റിമണി, ബിസ്മത്ത്. ഇങ്ങനെ അറിയാൻ ഒന്ന് ശ്രദ്ധിച്ചാൽ വേഗം മനസ്സിലാവും. ഒരുപാട് ഗുണങ്ങളുണ്ട്. അതുകൊണ്ട് ചിലപ്പോൾ നമ്മളെ ചോദിച്ചു കഴിഞ്ഞാൽ ചില ക്വസ്റ്റ്യൻ ഒക്കെ അത് വരുന്ന ഗ്രൂപ്പുമായി ബന്ധപ്പെട്ടിട്ടായിരിക്കും. പെട്ടെന്ന് ഗ്രൂപ്പിൽ ഇന്നത് എന്താണ് വൈ ദ വാലൻസി ഓഫ് ദിസ് ഈസ് 2, വൈ ഇറ്റ് ഈസ് 4 എന്ന് ചോദിച്ചു കഴിഞ്ഞാല് പെട്ടെന്ന് ഏത് ഗ്രൂപ്പിൽ വരുന്നു, ഏത് ഗ്രൂപ്പിൽ എവിടെ വരുന്നു നോക്കി നമുക്ക് ഉടനെ കാര്യങ്ങൾ മനസ്സിലാവും. It is not so simple. It's not so difficult. It is very simple. Okay. അപ്പോൾ ഇത് ശ്രദ്ധിക്കുക. ഈ കാര്യങ്ങളൊന്ന് ഓർത്ത് വെക്കുക കഴിയുന്നത്.
നമ്മളിപ്പോ തൽക്കാലം പറയുന്നത് ബോറോൺ ഫാമിലിയെ പറ്റിയാണ്. ബോറോൺ അലൂമിനിയം ഇത് കോൺഫിഗറേഷൻ അങ്ങനെ തന്നെയാണ്. നമ്മൾ 2s2p1 എന്ന് പറഞ്ഞാൽ s2p2 s2p3 s2p4 s2p5 and s2p6 that is the last one, that is the noble gas. Okay, അപ്പൊ നമ്മള് മൊത്തത്തില് പി ബ്ലോക്കിനെ പറ്റി ജനറലായിട്ട് കാര്യം പറഞ്ഞാൽ പി ബ്ലോക്കിലാണ് നമ്മൾ ശ്രദ്ധിക്കുക. ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ പീരിയോഡ് ടേബിൾ, ഇൻ ദ പീരിയോഡ് ടേബിൾ വി ഹാവ് എ ലാർജ് നമ്പർ ഓഫ് മെറ്റൽസ് ആൻഡ് വെരി ഫ്യൂ നോൺ മെറ്റൽസ്. നോൺ മെറ്റൽസ് എണ്ണം വളരെ കുറവാണ്. ഓൾ ദി എസ് ബ്ലോക്ക് എലമെന്റ്സ്, all the D block elements, all the F block elements, all are metals. S-ലും D-ലും F-ലും എല്ലാം metals ആണ്. Only we can see non-metals only in the P block. That also just less than half of the P block are non-metals. To take the P block as a whole, and then നമ്മൾ പണ്ട് സ്കൂളിൽ ഒമ്പതൊക്കെ പഠിച്ചിട്ടുണ്ടാവും. Yes, and draw a line across it, starting from boron to radon. We can see that those which നമ്മുടെ പി ബ്ലോക്കില് പീരിയോഡ് ടേബിളിന്റെ ചിത്രത്തിൽ പി ബ്ലോക്ക് എടുത്തിട്ട് അതിന് നേരെ ക്രോസ് ആയിട്ട് ഇങ്ങനെ വര വരച്ചു കഴിഞ്ഞാൽ കാണുന്ന എന്താണ്, ആ വരയുടെ മേലെ വരുന്ന കുറച്ച് എലമെന്റ്സ് ആണ് നമുക്ക് എന്തത് എല്ലോ ഇല്ലാതെ തന്നെ ഏകദേശം കുറച്ച് അകലെ വരുന്നതനുസരിച്ച് നോൺ മെറ്റാലിക് ക്യാരക്ടർ കൂടും. ഇതിൽ ഇങ്ങോട്ട് പോകുമ്പോൾ മെറ്റാലിക് ക്യാരക്ടർ കൂടും. ഈ ലൈനിൽ വരുന്നത് സിലിക്കൺ, ആർസെനിക്, ടെലൂറിയോ, അസിറ്റിനോ ഒക്കെ എന്താണ് ആക്ച്വലി മെറ്റലോയിഡ്സ്. മനസ്സിലായില്ല? നോൺ മെറ്റലും മെറ്റലിന്റെ പ്രോപ്പർട്ടി നമ്മൾ പഠിച്ചിട്ടുണ്ട്. മെറ്റലോയിഡ്സ് എന്ന ഗ്രൂപ്പിൽ വരുന്നതാണ് നമുക്കറിയാം. അപ്പൊ അതിന് അടുത്ത് വരുന്നത് ജർമ്മനി ആയാലും കുഴപ്പമൊന്നുമില്ല, സെലീൻ ആയാലും കുഴപ്പമൊന്നുമില്ല. മെറ്റലോയിഡ്സ്. മനസ്സിലായില്ല? അപ്പൊ പി ബ്ലോക്കിന്റെ കുറുകെ ഫ്രം ടോപ്പ് ടു ബോട്ടം അക്രോസ് ഒരു ലൈൻ വരച്ചു കഴിഞ്ഞാൽ ടോപ്പ് ടു ബോട്ടം ഇങ്ങനെ അങ്ങോട്ട് ടോപ്പ് ലെഫ്റ്റിൽ നിന്ന് റൈറ്റ് ബോട്ടത്തിലേക്ക് തിരിച്ചല്ല, ടോപ്പ് ലെഫ്റ്റിൽ നിന്ന് റൈറ്റ് ബോട്ടത്തിലേക്ക് ലൈൻ വരച്ചു കഴിഞ്ഞാൽ ലൈനിന്റെ താഴെ വരുന്ന എലമെന്റ്സ് ലൈനിന് എത്രത്തോളം ആകുമ്പോൾ അത്രയും മെറ്റാലിക് ആയിരിക്കും. ലൈനിന് മേലെ വരുന്നത് നോൺ മെറ്റാലിക് ആയിരിക്കും. ലൈനോട് ചേർന്ന് വരുന്നത് മെറ്റലോയിഡ്സ് ആയിരിക്കും. അപ്പോഴേ ചുരുക്കി പറഞ്ഞാല് ഈ പറഞ്ഞ ഏരിയയിൽ മാത്രമേ നമ്മുടെ പീരിയോഡ് ടേബിളിൽ അല്ലെങ്കിൽ എലമെന്റ്സിന്റെ കൂട്ടത്തിൽ, പീരിയോഡ് ടേബിളിലല്ല എലമെന്റ്സിന്റെ കൂട്ടത്തിൽ എന്തുള്ളൂ, നോൺ മെറ്റൽസ് ഉള്ളൂ. ബാക്കി എല്ലാം മെറ്റൽസ് ആണ്. ബി ബ്ലോക്കിലും എസ് ബ്ലോക്കിലും ഡി ബ്ലോക്കിലും എഫ് ബ്ലോക്കിലും ഒരു ലൈനും വരക്കേണ്ട ആവശ്യമില്ല. എല്ലാം എന്താണ്, എല്ലാം മെറ്റൽസ് ആണ്. മൊത്തത്തിൽ നമുക്കറിയാം ഇവിടെ നമ്മുടെ പ്രകൃതി കാണുന്ന നമുക്ക് അറൌണ്ട് റഫ്ലി 100 എലമെന്റ്സിൽ എന്താണ് ബഹുഭൂരിപക്ഷവും എന്താണ് മെറ്റൽസ് ആണ്. ഓൺലി വെരി ഫ്യൂ ആർ നോൺ മെറ്റൽസ്. ഇലക്ട്രോനെഗറ്റിവിറ്റി വളരെ കൂടിയ കൊടുത്ത നമുക്ക് ഇലക്ട്രോനെഗറ്റിവിറ്റി ഗോസ് ഓൺ ഇൻക്രീസിംഗ് ഫ്രം കണക്ട് ചെയ്ത് വരുന്നതാണ്. ഗോസ് ഓൺ ഇൻക്രീസിംഗ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. അപ്പോൾ ഇലക്ട്രോനെഗറ്റിവിറ്റി ഏറ്റവും കൂടുതൽ ഇനി അറ്റത്തെ വരിക അല്ലേ, എന്താ അവിടെ വരുന്നു. ഇലക്ട്രോനെഗറ്റിവിറ്റി ഗോസ് ഓൺ ഡിക്രീസിംഗ് അഗെയിൻ ഫ്രം ടോപ്പ് ടു ബോട്ടം. ഇവിടെ ഇൻക്രീസിംഗ് ആണ്, ഇവിടെ ഡിക്രീസിംഗ് ആണ്. മനസ്സിലായില്ലേ? അപ്പോൾ ചുരുക്കി പറഞ്ഞാല് ഇങ്ങോട്ട് പോകുമ്പോൾ ഇങ്ങോട്ട് പോകുമ്പോൾ കുറയും. വീണ്ടും അതാണ് ഇങ്ങോട്ട് ഇലക്ട്രോനെഗറ്റിവിറ്റി കുറഞ്ഞു വീണ്ടും അത് എന്താവും, എന്തായി മെറ്റലായി മാറും. ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടിഞ്ഞാൽ കുറഞ്ഞ മെറ്റലായി, കൂടിയാല് നോൺ മെറ്റലായി. പറയുന്നത് ക്ലിയർ ആണ് നിങ്ങൾക്ക്? അതുകൊണ്ട് അതൊക്കെ കൂടി കണക്ട് ചെയ്ത് മനസ്സിലാക്കുക. പീരിയോഡ് ടേബിളിൽ അതിന്റെ സ്ട്രക്ചർ, അതിൽ ഓരോ ബ്ലോക്കിന്റെ സ്ഥാനം, ആ ബ്ലോക്കിൽ എസ് ബ്ലോക്ക് എലമെന്റ്സ് മെറ്റൽസ് ആണ്, ടി ബ്ലോക്ക് എലമെന്റ്സിൽ മെറ്റൽസ് നോൺ മെറ്റൽസ് ഉണ്ട്, ഡി ബ്ലോക്കിൽ എല്ലാ മെറ്റൽസ് ആണ്, എഫ് ബ്ലോക്കിലും. കാരണം ഈ ഡി ബ്ലോക്ക് ശ്രദ്ധിക്കുക, ഈ ഡി ബ്ലോക്കും എഫ് ബ്ലോക്കും ഒക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കൂടിയൊക്കെ വരുന്ന സാധനങ്ങളാണ്. ഇവിടെ വേറെ വരത്തിരിക്കുകയാണെങ്കിലും നിങ്ങൾക്കറിയാം ലന്താനത്തിന്റെ സ്ഥാനത്ത് ലന്താനം ആൻഡ് ലന്തനൈഡ്സ്, ആക്ടീനിയം ആൻഡ് ആക്ടിനൈഡ്സ്. മനസ്സിലായില്ലേ? അതൊക്കെ ഡി ബ്ലോക്കിൽ വരുന്നതാണ്. അപ്പൊ അതൊക്കെ വരുന്നത് ഇനി അറ്റത്താണ് വരുന്നത്. ഇതൊക്കെ എന്താണ് ഇലക്ട്രോനെഗറ്റിവിറ്റി കുറഞ്ഞ സാധനങ്ങളാണുള്ളത്. കൂടിയത് വരുന്നത് ഇനി അറ്റത്തേക്ക് മാത്രമേ ഉള്ളൂ. അതും ഇങ്ങോട്ട് വരുമ്പോൾ പിന്നെയും കുറഞ്ഞു പോകുന്നു. അതുകൊണ്ടാണ് ഇങ്ങോട്ട് വരുമ്പോൾ വീണ്ടും അതിന്റെ മെറ്റാലിക് ക്യാരക്ടർ കൂടി വരുന്നത്. എന്താ നമുക്കറിയാം, കാർബൺ is a typical non-metal, silicon non-metal, germanium is a metalloid, tin also shows some non-metallic character, but lead is a typical metal. മനസ്സിലായപ്പോൾ മെറ്റാലിക് ക്യാരക്ടർ കൂടി വരും. ഇങ്ങോട്ട് ഈ കുഴപ്പമില്ലായിരുന്നു. ഇവിടെ ലിഥിയം, സോഡിയം, പൊട്ടാസ്, റുബിഡിയം, സീഷ്യം, ഫ്രാൻസിയം എന്ന് പറഞ്ഞാൽ എല്ലാം മെറ്റൽസ് ആയിരുന്നു. കാർബൺ, സിലിക്കൺ, ബെറിലിയം, മഗ്നീഷ്യം, കാൽഷ്യം, സോൺഷ്യം, ബേരിയം, റേഡിയം എന്ന് പറഞ്ഞാൽ എല്ലാം മെറ്റൽസ് ആണ്. കാരണം എന്താണ്, they have a very low electronegativity or they are highly electropositive elements and they are metals. പക്ഷേ മെറ്റാലിക് ക്യാരക്ടർ കൊണ്ടുവന്ന് പറയാ കൂടി വരുന്നതാണ്. If you compare lithium and say cesium is more metallic than lithium, or say calcium or barium is more metallic than say beryllium or magnesium. അത് ശരിയാണ്. പക്ഷെ എന്നാലും എല്ലാ മെറ്റൽസ് ആണ്. ഇങ്ങോട്ട് വരുമ്പോൾ അത് നോൺ മെറ്റാലിക് ക്യാരക്ടർ കൂടി വരും. And the extreme, when you go to the extreme right, is a typical non-metal having the most or highest electronegativity. So the electronegativity ഏറ്റവും കൂടിയ എലമെന്റ് എടുക്കുന്നത് പീരിയോഡ് ടേബിളിലെ ടോപ്പ്
റൈറ്റിലാണ്. മറ്റെവിടെയായിരിക്കും ഏറ്റവും കുറഞ്ഞത് ഇലക്ട്രോ പോസിറ്റിവിറ്റി ഏറ്റവും കൂടിയതിൽ കിടക്കുക നേരെ ഓപ്പോസിറ്റ് ആയ ലെഫ്റ്റ് ബോട്ടത്തിലാണ് സീഷ്യം. ഫ്രാൻസിയം പിന്നെ ഫ്രാൻസിയം ഹൈ ഇലക്ട്രോണെഗറ്റിവിറ്റി ആയതുകൊണ്ട് അതിനെപ്പറ്റി അധികം പറയില്ല. സീഷ്യം ആണ് വരുന്നത്. മനസ്സിലായില്ലേ? ദ മോസ്റ്റ് ഇലക്ട്രോ പോസിറ്റീവ് എലമെന്റ് സീഷ്യം. ഇപ്പോ സീഷ്യം ഇവിടെയും ഫ്രാൻസിയം അവിടെയും വരും. സോറി, ഫ്ലൂറിൻ ഇവിടെയും വരും. അപ്പൊ ശ്രദ്ധിക്കുക. മനസ്സിലായില്ലേ? ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് പീരിയഡ് ടേബിളിൽ പീരിയഡ് ടേബിൾ മൊത്തത്തിലൊരു കണക്ഷൻ മനസ്സിലാക്കിയാൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് എളുപ്പത്തിൽ ഗ്രഹിക്കാൻ പറ്റും. ഒരുപാട് കാര്യങ്ങൾ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് കാര്യങ്ങൾ എന്തുകൊണ്ട് ഇതിങ്ങനെ അതങ്ങനെയായി കമ്പയർ ചെയ്യുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇലക്ട്രോണെഗറ്റിവിറ്റിയിൽ വരുന്ന വ്യത്യാസം, സൈസിൽ വരുന്ന വ്യത്യാസം, മെറ്റാലിക് കറക്റ്റിൽ വരുന്ന വ്യത്യാസം, ഇതൊക്കെ തന്നെയാണ് നമ്മൾ ഈ ഗ്രൂപ്പിൽ പഠിക്കുന്നത്. മനസ്സിലായില്ലേ? ഓക്കെ, ഇതുമായിക്കട്ടെ. അപ്പൊ ഇതിന്റെ കമ്പാരിറ്റീവ് സ്റ്റഡി എന്ന് പറഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ഗ്രൂപ്പ് സെക്കൻഡ് ഗ്രൂപ്പ് പഠിച്ച പോലെ തന്നെയാണ്. പക്ഷെ കുറച്ച് വ്യത്യാസങ്ങളൊക്കെ വരുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം, വ്യത്യാസം വരാനുള്ള ഒരു കാര്യം ഇത് തന്നെയാണ്. എന്താണ്? അതില് ഡി ബ്ലോക്കും എഫ് ബ്ലോക്കിലൊക്കെ കുറെ എലമെന്റ് ഡി ഇലക്ട്രോൺസും എഫ് ഇലക്ട്രോൺസും ഇടയ്ക്ക് കടന്നു വരുന്നുണ്ട്. നേരത്തെ പോലെ ഗ്രഡേഷൻ പ്രോപ്പർട്ടീസ് അത്രയും കൃത്യമല്ല. ഒരു ഇനർട്ട് ഗ്യാസ് കോൺഫിഗറേഷൻ പ്ലസ് 2s1 3s1 4s1 5s1 മാത്രമേ വരും. മറ്റേ അങ്ങനെ ചിലപ്പോൾ ഡിയും ചിലപ്പോൾ എഫ് ഒക്കെ വരുന്നുണ്ട്. And you know, main difference between these are in the shielding effect. നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടുണ്ടോ? ഫസ്റ്റ് ഷീൽഡിംഗ് ഇഫക്ട്, സൈറ്റസ് റോൾ ഒക്കെ പഠിച്ച ഓർമ്മയുണ്ടോ? ഈ ഷീൽഡിംഗിൽ വരുന്ന വ്യത്യാസമുണ്ട്. പലപ്പോഴും അവർക്ക് ഇലക്ട്രോൺസിന്റെ എണ്ണം കൂടുന്നതനുസരിച്ച് അതിന്റെ സ്വഭാവത്തിൽ വരുന്ന പ്രതീക്ഷിക്കുന്ന വ്യത്യാസങ്ങൾ അതേപോലെ ഉണ്ടാവില്ല. ബിക്കോസ് ഓഫ് ദി ഇന്റർവീനിങ് എഫ് ആൻഡ് സേ ഡി ഇലക്ട്രോൺസ്. ഡി ഇലക്ട്രോൺസിന്റെ എഫ് ഇലക്ട്രോണിന്റെ ഷീൽഡിംഗ് ഒക്കെ കുറവാണ് എന്നൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അതിനൊക്കെ വിശദമായ കാര്യങ്ങളിലേക്ക് നമുക്ക് പോകാൻ സമയമില്ല. കാരണം ഞാൻ പറഞ്ഞില്ലേ, 9 മണിക്കൂറിന്റെ ടോപ്പിക് ഇതിൽ വളരെ ചെറിയൊരു ഭാഗമാണ് ഈ ഭാഗം. അതിൽ തന്നെ ചെറുതായിട്ട് വരുന്നതാണ് അതിന്റെ മറ്റു പ്രോപ്പർട്ടീസ്. അതുകൊണ്ട് അധികം ഗഹനമായിട്ട് നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ, ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കണം. അങ്ങനെയൊക്കെ ചോദിക്കാൻ നമുക്ക് പറയാൻ പറ്റില്ല. ഫസ്റ്റ് പേപ്പർ എടുത്ത് നോക്കിയാൽ മനസ്സിലാവും. പക്ഷെ എന്നാലും എന്താണ് ശ്രദ്ധിക്കേണ്ടത്? ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. എന്തുകൊണ്ട് എന്തുകൊണ്ട് ആൽക്കലി മെറ്റൽസിന്റെ ഇതിന് വ്യത്യാസം വരുന്നു? ആൽക്കലി മെറ്റൽസിനെ പോലെയോ ആൽക്കലി എർത്ത് മെറ്റൽസിനെ പോലെയോ ഗ്രഡേഷൻ കൃത്യമായിട്ട് ഇതിൽ നമുക്ക് ചിലപ്പോൾ കാണാൻ പറ്റില്ല. അബ്നോർമാലിറ്റി കണ്ടാൽ അതിന്റെ പ്രധാനപ്പെട്ട കാരണം മിക്കവാറും എന്തായിരിക്കും? ഇന്റർവീനിങ് ഡി ആൻഡ് എഫ് ഇലക്ട്രോൺസ് ആൻഡ് ദ ഡിഫറൻസ് ഇൻ ദ ഷീൽഡിംഗ് ഇഫക്ട്. ഓക്കെ, അതൊക്കെ ഇവിടെ ഇതൊക്കെ ജനറൽ ആയിട്ട് നമ്മൾ പറഞ്ഞു. നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു വരിക. ഓക്കെ, ബോറോൺ, അലുമിനിയം, ഗാലിയം, ഇൻഡിയം ആൻഡ് താലിയം. കമ്പാരിസൺ ഓഫ് ഫസ്റ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ് പറഞ്ഞു കഴിഞ്ഞു. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓർത്ത് വെക്കാൻ ഞാൻ പറയില്ല, ഓർത്ത് വെക്കണം. അത് ബൈഹാർട്ട് പഠിക്കുകയല്ല, ഓർത്ത് വെക്കൽ ബൈഹാർട്ട് വെക്കൽ രണ്ടാണ്. മനസ്സിലായില്ലേ? എങ്ങനെയാണ് വരുന്നത് പഠിക്കുക. ഏറ്റവും എളുപ്പം പഠിക്കാൻ മനസ്സിലാക്കേണ്ടത് ആദ്യത്തേത് 5, 13. സാധാരണഗതിയിൽ മറ്റെല്ലാം 8, പിന്നെ 8 കൂട്ടുക 18 കൂട്ടുക, 31, വീണ്ടും 12 കൂട്ടുക, 49, പിന്നെ എത്ര കൂട്ടുക, പിന്നെ 32 കൂട്ടുക, 81 അറ്റോമിക് നമ്പർ. മനസ്സിലായില്ലേ? അങ്ങനെ തന്നെ ഓർത്ത് വെക്കാം. നേരത്തെ കൂട്ടി നമ്മൾ 8, 8, 18, 18 ഇങ്ങനെയാണ് കൂട്ടുന്നത്. ഇവിടെ അങ്ങനെയല്ല. ആദ്യം 8 കൂട്ടി, 5ൽ നിന്ന് 8 കൂട്ടി 13 പിന്നെ നേരെ 18 കൂട്ടുന്നത്. കാരണം അതിന്റെ ഇടയ്ക്കൊരു ഡി ബ്ലോക്ക് 3D വന്നത്. അതുകൊണ്ടാണ് 13, 18, 31, പിന്നെ 18 കൂട്ടുക 49, പിന്നെ 32 കൂട്ടുക 81. ആ വ്യത്യാസത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷനിൽ കാണാം. എത്രയാണ്? ഹീലിയം, ഞാൻ വീണ്ടും ഇന്നുകൊണ്ട് തെറ്റിദ്ധരിക്കേണ്ട, ഹീലിയം S2s2p1. നിയോൺ ഇങ്ങനെ എഴുതിയാൽ പോരാ, ശ്രദ്ധിക്കുക, ഇങ്ങനെ എഴുതണം. നിയോൺ എന്തായിരിക്കും? 3s2p1. അടുത്ത വരുമ്പോഴേ ഗാലിയം വരുമ്പോഴേ എന്താണ്? ആർഗൺ. 3s2p1 അല്ല, അതിന്റെ ബാക്കില് 4s2p1 അല്ല, അതിന്റെ ബാക്കില് 3d10 4s2p1. മനസ്സിലായില്ല? അടുത്തല് വീണ്ടും എന്താണ്? 5d10 6s2p1. അടുത്തല് F, അപ്പൊ 4f വരും. മനസ്സിലായില്ലേ? 4f2 5d10 6s2p1 അങ്ങനെ വരും. ആ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ശ്രദ്ധിക്കുക. ഓക്കെ, എന്തായാലും നമ്മൾ സംബന്ധിച്ചിടത്തോളം ദി ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഇസ് S2p1. അതിൽ നമുക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താണ്? ഈ ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അതിന്റെ മാക്സിമം പോസിബിൾ വാല്യൂസ് തമ്മിൽ ബന്ധമുണ്ട്. ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷനിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്? 3 ഇലക്ട്രോൺ ഉണ്ട്. അപ്പൊ ഓക്സിഡേറ്റ് സ്റ്റേറ്റ്, അതിന്റെ പോസിബിൾ ഓക്സിഡേറ്റ് സ്റ്റേറ്റ് എന്തായിരിക്കും? +3 ആയിരിക്കും. +3. കാരണം എന്താണ്? 3 നമുക്കറിയാം ആൽക്കലി മെറ്റൽസിന്റെ കോമൺ അല്ല, എല്ലാത്തിനും കൂടി ഓക്സിജൻ സ്റ്റേറ്റ് +1 ആണ്. വേറെ ഒന്നുമില്ല, +1 ആണ്. ആൽക്കലി എർത്ത് മെറ്റൽസിന്റെ +2 ആണ്. But when we come to the group 13 elements, that is the boron family, we say the most common oxidation state is +3. But
course it can show +1 electronic oxygen state also in compounds. അതിന്റെ ഓക്സിജൻ സ്റ്റേറ്റ് എല്ലാത്തിനും +3 ആണ്. കാരണം എന്താണ്? can lose 3 electrons. മനസ്സിലായില്ലേ? ഓരോ അലുമിനിയം 3 ഇലക്ട്രോൺസ് ലൂസ് ചെയ്യുന്ന പറഞ്ഞാൽ അതിനൊന്നും സംഭവിക്കുള്ളൂ. കാരണം പറയുന്നത് കാര്യം ശ്രദ്ധിക്കുക, 3 ഇലക്ട്രോൺ അങ്ങനെ വിട്ടുകൊടുത്ത് B3+ ആവാനുള്ള ബുദ്ധിമുട്ട് വളരെ കൂടുതലാണ്. They form covalent compounds, especially covalent compounds ഫോം ചെയ്യുക. അയോണിക് കോമ്പൗണ്ട്സ് ഫോം ചെയ്യുന്നതൊക്കെ കുറവായിരിക്കും. അയോണിക് കോമ്പൗണ്ട്സ് ഫോം ചെയ്യുന്ന ആരാണ്? ആൽക്കലി മെറ്റൽസും ഒരു പരിധിവരെ ആൽക്കലി എർത്ത് മെറ്റൽസ് ആണ്. ബാക്കി മിക്കവാറും എല്ലാത്തിനും അയോണിക് ക്യാരക്ടർ ഉള്ള കോവാലന്റ് കോമ്പൗണ്ട്സ്, അല്ലെ കോവാലന്റ് ക്യാരക്ടർ ഉള്ള അയോണിക് കോമ്പൗണ്ട്സ് നമുക്ക് തന്നെ പറയാം. നോട്ട് പ്യൂർലി കോവാലന്റ്, നോട്ട് പ്യൂർലി അയോണിക്. മനസ്സിലായില്ലേ? ജനറൽ ട്രെൻഡ് ഇൻ ദ പി ബ്ലോക്ക് ഈസ് ദാറ്റ് അടുത്ത പറയുമ്പോൾ കാർബൺ ഫാമിലി വരുമ്പോൾ ഓക്സിജൻ സ്റ്റേറ്റ് മാക്സിമം +4 ആയിരിക്കും. പക്ഷേ +2 കൂടി കാണിക്കും. ഇവിടെ +3 ആണ്, +1 കൂടി കാണിക്കും. മനസ്സിലായില്ലേ? അടുത്തത് കാർബൺ ഫാമിലിയിൽ വരുമ്പോൾ അത് +4 ആണ് കാർബൺ ഫാമിലിയിൽ. പക്ഷെ എല്ലാത്തിനും +4 ഉണ്ട്. കാർബൺ, സിലിക്കൺ, ജെർമേനിയം, ടിൻ ആൻഡ് ലെഡ്. പക്ഷെ താഴോട്ട് വരുമ്പോൾ അതിന്റെ കൂടെ +2 കൂടി കാണിക്കും. ഇത് +4 കോമൺ ആണ്. എല്ലാത്തിനും +4 ഉണ്ട്. കാർബൺ, സിലിക്കൺ, ജെർമേനിയം, ടിൻ ആൻഡ് ലെഡ് +2 കൂടി കാണിക്കും. കാരണം നമുക്ക് ഇവിടെ നോക്കി ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ പ്രത്യേകത 2s2p1. ഈ ഇലക്ട്രോൺ ഉപയോഗിക്കുകയാണ്, ഇലക്ട്രോൺ ഷെയർ ചെയ്യുകയാണെങ്കിൽ എന്താണ്? that shows a +3 oxidation state. മനസ്സിലായില്ലേ? ബട്ട് if you can see that only the p is used, then it goes to +1 oxidation state. p ഇലക്ട്രോൺസ് മാത്രമാണ് ഉപയോഗിക്കുന്നത് ഓക്സിജൻ സ്റ്റേറ്റ് +1. അവിടെ എന്താണ്? കാർബണിന്റെ കേസിൽ വരുമ്പോൾ s2p2 എന്നാണ്. 4 ഇലക്ട്രോൺ ആട്ടോമോർ ഷെല്ലിന്റെ ആ s ആണ് നിർത്തിക്കൊണ്ട് p മാത്രമാണ് ഉപയോഗിക്കുന്നെങ്കിൽ, ബോണ്ടിങ്ങിന് ഉപയോഗിക്കുന്നെങ്കിൽ ഓക്സിജൻ സ്റ്റേറ്റ് ബിക്കംസ് +2 only. 2 p ഉണ്ട്. അടുത്ത വരുമ്പോഴായിരിക്കും അടുത്ത s2p3 ആയ നൈട്രജൻ ഫാമിലി ആകുമ്പോൾ അത് +5 അല്ലെങ്കിൽ +3 ആയിരിക്കും ഓക്സിജൻ സ്റ്റേറ്റ്. അതിന്റെ പുറം വരുന്ന ഓക്സിജൻ പറഞ്ഞ മനസ്സിലാണ്ടോ? അടുത്ത ഓക്സിജൻ ഫാമിലിയാണ്. അത് കോൺഫിഗറേഷൻ s2p4 ആണ്. 4 ഓക്സിജൻ സ്റ്റേറ്റ് ആവാം, അല്ലെങ്കിൽ ചിലപ്പോൾ എന്താവാം 4 മാത്രമാവാം. ഈ രണ്ട് ഇലക്ട്രോൺസ് കുറച്ചുകൂടി ബുദ്ധിമുട്ടാണ് ഷെയർ ചെയ്യാനോ അല്ലെങ്കിൽ ലൂസ് ചെയ്യാനോ ഷെയർ ചെയ്യാനോ രണ്ടും ഈസ് ഡിഫിക്കൽട്ട് കമ്പയർഡ് ടു ദ p ഇലക്ട്രോൺസ്. കാരണം s orbital is spherically symmetric. These electrons are held more strongly with the nucleus compared to the p electrons which are dumbbells. നമുക്കറിയാം p orbital ഷേപ്പ് ശ്രദ്ധിക്കുക. p orbital ഷേപ്പ് ഇങ്ങനെയാണ്, ഇവിടെയുള്ള ഇലക്ട്രോൺ. s orbital ഷേപ്പ് ഇങ്ങനെയാണ്, ഇവിടെ ഇലക്ട്രോൺ. ഇത് ന്യൂക്ലിയസ് ഇവിടെയുള്ളെങ്കിൽ ഈ ഇലക്ട്രോണിനോട് കുറച്ച് കൂടുതൽ അട്രാക്ഷൻ ഉണ്ടാവുകയും അതിനെ വിട്ടുകൊടുക്കാനോ ഷെയർ ചെയ്യാനോ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവുകയും ചെയ്യും. പക്ഷേ എല്ലാ ഓട്ടോമോഷൻ എല്ലാം വിടാം, ഷെയർ ചെയ്യാം. അതുകൊണ്ട് തന്നെ മാക്സിമം ഓക്സിജൻ സ്റ്റേറ്റ് പോസിബിൾ ഈസ് +3 ഫോർ ദി 13 ഗ്രൂപ്പ്, +4 ഫോർ ദി ഗ്രൂപ്പ് 14, +5 ഫോർ ദി ഗ്രൂപ്പ് 15, etc. But it shows another stable oxygen state which is 2 less than the group. The group 3 ആണെങ്കിലും 2 less എന്ന് പറഞ്ഞാൽ 1. ഇവിടെ ഗ്രൂപ്പിൽ 4 ആണെങ്കിൽ 2 less എന്ന് പറഞ്ഞാൽ 2. അടുത്ത ഗ്രൂപ്പിൽ 5 ആണെങ്കിൽ 2 less എന്ന് പറഞ്ഞാൽ അത് 3 ആവും നൈട്രജൻ ഫാമിലിയിൽ. And that shows that this electron pair is more difficult to be shared or lost. വിടാനാണോ അല്ലെങ്കിൽ ഷെയർ ചെയ്യാനാണെങ്കിലും ഈ ഇലക്ട്രോൺസിന് കുറച്ചുകൂടി ന്യൂക്ലിയസ് ആയിട്ട് ബന്ധം കൂടുതൽ സ്ട്രോങ് ആയതുകൊണ്ട് തന്നെ അത്ര എളുപ്പമല്ല. ഇത് നമ്മൾ പേര് പഠിച്ചിട്ടുണ്ട്, +2 ക്ലാസ്സിൽ നിങ്ങൾ ഓർമ്മ ഉണ്ടാവും. ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് ദി ഇനേർട്ട് പെയർ ഇഫക്ട്. ഇനേർട്ട് പെയർ ഇഫക്ട് എന്ന് പറയും. ദിസ് ഈസ് ദ ഇനേർട്ട് പെയർ. ഇതാണ് ഇനേർട്ട് പെയർ എന്ന് പറയുന്നത്. ഇതാണ് നമുക്കറിയാം 2s2p1, 3s2p1, 4s2p1, 5s2p1 എന്നാണ് വരുന്നത്. ആ s ഓർബിറ്റൽ s electrons seems to be held more strongly with the nucleus, and it seems to be difficult for it, somewhat more difficult for these s electrons to be shared or lost in bonding, and that shows that these are behaving somewhat inert towards bonding s electrons. And this pair s ൽ രണ്ടുണ്ട് എപ്പോഴും, അതുകൊണ്ടാണ് ഇനേർട്ട് പെയർ ഇഫക്റ്റ് എന്ന് പറയുന്നത്. And that is clearly shown by the fact that yes, this in the case of group 13 elements, the +1 oxygen states seems to be more and more prominent when we goes down the group. ഇതിനൊന്നും +1 സ്റ്റേറ്റ് ഇല്ല, അലുമിനിയത്തിനില്ല, ഗാലിയത്തിനും കുറവാണ്, അപൂർവമായിട്ടുണ്ട്. ഇന്ത്യത്തിന് കുറച്ച് കൂടുതലാണ്, താലിയത്തിന് വളരെ കൂടുതലാണ്. താലിയത്തിന്റെ കേസിൽ +3 കൂടുതൽ +1 ആ വരുന്നത്. അതിന്റെ ഇമ്പോർട്ടൻസ് കോമ്പൗണ്ട്സ് എടുത്ത് നമുക്ക് മനസ്സിലാവും ഏതൊക്കെ കോമ്പൗണ്ട്സ് ആണ് ഇതിന്റെ ഓക്സിജൻ സ്റ്റേറ്റ് +3 വരുന്നത്, ഏതൊക്കെ കോമ്പൗണ്ട് ആണ് +1 വരുന്നത് നോക്കിക്കഴിഞ്ഞാല് when we go down the group we can see that the last element
നേരത്തെ എഴുതിയ താലിയമോ ലെറ്റോ അല്ലെങ്കിൽ ബിസ്മത്തോ ഒക്കെ കാണിക്കുന്ന എന്താണ്, അതിന്റെ ഗ്രൂപ്പ് വാലൻസിനേക്കാളും 2 കുറവാണ്. ആ വാലൻസി കാണിക്കുന്നത് കൂടുതൽ. മേലോട്ടാണെങ്കിൽ നേരെ തിരിച്ചാണ് ഗ്രൂപ്പ് വാലൻസി കാണിക്കുന്നത്. നൈട്രജൻ കാണിക്കുന്ന എപ്പോഴും എന്താണ്, നൈട്രജൻ ഫോസ്ഫറസ് ആർസെനിക് ആന്റിമണി ബിസ്മത്ത്. നൈട്രജൻ ഷോസ് ഓക്സിജൻ സ്റ്റേറ്റ് +3 in almost all compounds, whereas ബിസ്മത്ത് കിട്ടുമ്പോൾ എന്താണ്, സോറി +5. നൈട്രജന്റെ കേസിൽ ഇവിടെ നൈട്രജൻ തൽക്കാലം ആലോചിക്കല മാറിപ്പോവും. താലിയത്തിന്റെ കേസിൽ ഇറ്റ് ഈസ് +1 +3 കോമ്പൗണ്ട്സിനേക്കാൾ താലിയം ഒരുപാട് +1 കോമ്പൗണ്ട്സ് ഫോം ചെയ്യുന്നുണ്ട്. ഇന്ത്യം അപൂർവമായിട്ട് +1 കോമ്പൗണ്ട്സ്, ഓക്സിജൻ സ്റ്റേറ്റ് 1 കോമ്പൗണ്ട് ഫോം ചെയ്യുന്നുണ്ട്. ഗാലിയം അപൂർവമാണ്, അലൂമിനിയത്തിന് തീരെയില്ല, ബോറോൺ പിന്നെ പറയേണ്ട ആവശ്യമില്ല. പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? അതിന്റെ ഗ്രൂപ്പ് വാലൻസി ആയ അല്ലെങ്കിൽ ഓക്സിജൻ സ്റ്റേറ്റ് ആയ ഹയസ്റ്റ് പോസിബിൾ ആണ് ഈ +3 എന്നുള്ളത്. അതിന് 2 കുറഞ്ഞ ഒരു ഓക്സിജൻ സ്റ്റേറ്റ് അത് കാണിക്കുന്നു, വാലൻസി കാണിക്കുന്നു. എപ്പോഴേ വെൻ വി ഗോ ഡൗൺ, മേലോട്ടില്ല. ആദ്യം വരുന്ന ടോപ്പിൽ വരുന്ന എലമെന്റ്സിന് അതില്ല. താഴോട്ട് വരുമ്പോൾ അതിന്റെ ഇമ്പോർട്ടൻസ് കൂടി വരികയാണ്. ദ ഇമ്പോർട്ടൻസ് ഓഫ് +1 oxygen state is maximum in thallium compounds. It is somewhat rare in the case of indium compounds, very rare in the case of gallium compounds, and never noticed in the case of aluminum or boron compounds. Aluminum boron compounds +1 oxygen state കാണിക്കുന്നത് ഇല്ല. ഗാലിയത്തിന് വളരെ അപൂർവമായിട്ടുണ്ട്, ഇന്ത്യത്തിന് കുറച്ചുകൂടി ഉണ്ട്, താലിയത്തിന് വളരെ കൂടുതലുണ്ട്. ഈ ടെൻഡൻസി മറ്റ് ഗ്രൂപ്പുകൾ നമുക്ക് കാണാം. ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് ദി ഇനേർട്ട് പെയർ. ഇഫ് ദീസ് 2s, ദീസ് ns2 എല്ലാം ns2p1 ആണ്, ns2 ഇലക്ട്രോൺസ് seems to be more and more inert when we goes down the group, and that shows that the valency group valency -2 is drawn by elements which are coming towards the bottom of such a group. ആ ഗ്രൂപ്പിന്റെ ഏറ്റവും താഴെ വരുന്നതാണ് ഗ്രൂപ്പ് വാലൻസി -2 എന്നുള്ള വാലൻസി കാണിക്കുന്നത്. എല്ലാത്തിന്റെയും ഇലക്ട്രോൺ കോൺഫിഗറേഷൻ s2p1 ആണ്. ക്ലിയർ ആകുന്നുണ്ടോ? അപ്പോഴേ 2 + 1 3 ആണ് അതിന്റെ മാക്സിമം ഓക്സിജൻ സ്റ്റേറ്റ് പോസിബിൾ. അതിൽ തന്നെ 3 ആണ് ആദ്യത്തെ മേലോട്ടുള്ള എലമെന്റ്സ് കാണിക്കുന്നത്. താഴോട്ട് വരുമ്പോൾ എന്താവും, 3 മാത്രമല്ല, 3 കാണിക്കുന്ന താഴേക്ക് 3 കോമ്പൗണ്ട്സ് ഉണ്ട്, പക്ഷേ അതിനേക്കാൾ കൂടുതൽ കോമ്പൗണ്ട് +1 കോമ്പൗണ്ട്സ് ആണ് ഉള്ളത്. Okay, we'll continue in the next class.